ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2ാം വർഷത്തേക്ക് കടക്കുകയാണ്. 2ാം വർഷം തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, തീംസ് ഇൻ കേരള ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രമേയങ്ങൾ, കേരള ഹിസ്റ്ററിയിലെ പ്രമേയങ്ങൾ, ഇവയാണ് 2ാം വർഷ ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. മൊത്തം 15 പ്രമേയങ്ങൾ. 15 പ്രമേയങ്ങളിൽ 13 ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച്, ഇന്ത്യ ചരിത്രം. അവസാനം 14-15 പാഠങ്ങൾ, തീമുകൾ കേരള ഹിസ്റ്ററി. അങ്ങനെ മൊത്തം 15 തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, തീംസ് ഇൻ കേരള ഹിസ്റ്ററി. കണ്ടതുപോലെ നമ്മൾ ഒന്നാമത്തെ തീമായ ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്, ഇഷ്ടികകൾ, കന്മണികൾ, അസ്ഥികൾ എന്ന ഭാഗത്തിലോട്ട് കിടക്കുന്നു. ഇഷ്ടികകൾ, അസ്ഥികൾ, കന്മണികൾ. ഇഷ്ടിക നമുക്കറിയാവുന്നതാണ്, ബ്രിക്സ് ഏരിയ, നമ്മുടെ വീടൊക്കെ ചുടുകട്ട കണ്ട് നിർമ്മിച്ചതൊക്കെയാണ്. കന്മണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയിലും ഒക്കെ ഉണ്ടാക്കുന്ന മണികൾ, മാല കോർക്കാനൊക്കെ ഉപയോഗിക്കുന്ന മണികൾ, അവരുടെ ആർട്ടിനെ ഒക്കെ കാണിക്കുന്ന, അവരുടെ ആ എൻജിനീയറിങ് സ്കില്ല് പോലും വെളിവാക്കുന്ന. ആൻഡ് ബോൺസ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആവശ്യം. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചെടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ബോൺസിനെ കുറിച്ചും നോക്കിയെങ്കിലേ മതിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവ്യക്തത വരും, ഇത് ഏത് ഭാഗമാണെന്ന്. അത് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് വ്യക്തമാവും. ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികത. ഹാരപ്പൻ കൾച്ചർ എന്നല്ല, ഹാരപ്പൻ സിവിലൈസേഷൻ. കൾച്ചറും സിവിലൈസേഷനും ചിലപ്പോൾ രണ്ടും നമ്മൾ സംസ്കാരം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുമെങ്കിലും വലിയ അർത്ഥ വ്യത്യാസമുണ്ട്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി പേരൊന്നുകൂടി മാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട നാഗരികത. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട്, എനിക്ക് തോന്നുന്നൊരു UP ഹൈസ്കൂളിന് മുമ്പ് തന്നെ, UP ക്ലാസ്സുകളിൽ തൊട്ടൊക്കെ തന്നെ ഇന്ത്യയുടെ ആദിമ നാഗരികതയായ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട നാഗരികതയെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഈ തിങ്കളും ചൊവ്വയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ കുട്ടികളെ തന്നെ സെക്കൻഡ് ഇയർകാരായി കണ്ട് സെക്കൻഡ് ഇയറിലെ പോർഷൻ പഠിപ്പിക്കേണ്ടി വന്ന വൈരുദ്ധ്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു അല്ലെങ്കിൽ കേട്ടിരിക്കുകയെങ്കിലും ചെയ്യുക, അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട നാഗരികത. അപ്പോൾ അങ്ങനെ പേര് വരാൻ എളുപ്പമാണില്ലയോ. ഇറ്റ് ഫ്ലറിഷ്ഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ സിന്ധു. അപ്പോൾ ആദ്യകാല സൈറ്റുകളെല്ലാം കണ്ടെത്തിയത് സിന്ധു നദിയുടെ കരയ്ക്കായതുകൊണ്ട് സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയും. ഇതിനെ തന്നെ എന്തിനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ വിളിക്കുന്നത്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ്, ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സൈറ്റ്, ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സ്ഥലം, അത് ഹാരപ്പ ആയതുകൊണ്ട് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പം മാപ്പ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, സെക്കൻഡറി ചോദിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പാഠത്തിലായിരിക്കും ഹാരപ്പയിൽ. പിന്നീട് 1857 വിപ്ലവത്തിൻ്റെ സ്ഥലങ്ങൾ, ഇത് രണ്ടിലൊരെണ്ണമാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ. ഇന്ത്യക്ക് ഒരാദിമ നാഗരികതയൊന്നുമില്ല, ഇന്ത്യക്ക് അങ്ങനെ വലിയ സംസ്കാരമൊന്നുമില്ല, ഞങ്ങളാണ് വലിയ മിടുക്കന്മാർ, സംസ്കാരമുള്ളവരെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന വൈദേശികർ, ബ്രിട്ടീഷുകാരും അതിനു മുമ്പ് വന്ന അധിനിവേശ ശക്തികളും എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സിന്ധു നദീതട നാഗരികതയുടെ കണ്ടെത്തലോടുകൂടി ഇന്ത്യൻ സംസ്കാരം പെട്ടെന്ന് 10,000 വർഷം പുറകോട്ടങ്ങ് പോയി. അതായത് നമ്മുടെ നാട്ടിലേക്ക് പരിഷ്കൃതരെന്ന പേരിൽ കടന്നു വന്ന ആൾക്കാരും യൂറോപ്പിലെ സായിപ്പന്മാരും ഒക്കെ കാട്ടിലലയുന്ന കാലഘട്ടത്തിൽ ബഹുനില മാളികകളിൽ വളരെ വലിയ സംവിധാനങ്ങളോടുകൂടി നമ്മുടെ പൂർവികർ താമസിച്ചിരുന്നതാണെന്നുള്ള അറിവ്. പക്ഷേ ഇതൊന്നും വെളിക്കൊണ്ടുവരാൻ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ ദേശീയ ചരിത്രകാരന്മാർ ഇത് വെളിയിൽ കൊണ്ടുവന്നു. അത് ഇന്ത്യൻ ദേശീയതയെ ശക്തമായി സ്വാധീനിച്ചു. നമ്മൾ വലിയ പാരമ്പര്യമുള്ളവരാണ് എന്നുള്ള ആ ചിന്ത, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെയൊക്കെ വളരെ വലിയ രീതി സ്വാധീനിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇയർ ചോദിച്ചാൽ നമുക്ക്
എബൌട്ട് 5000 years ago, 5000 വർഷം മുമ്പ് എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ ഷാർപ്പായ ഇയർ പറയും. അപ്പോൾ ഇതിന് 2 ഘട്ടമൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഷാർപ്പായ 3500 BC തൊട്ട് 2600 BC വരെ വരുന്ന ഒരു ഇയർലി ഹാരപ്പൻ പീരീഡ്, 2600 BC തൊട്ട് 1900 BC വരുന്ന ഒരു മെച്വർ ഹാരപ്പൻ പീരീഡ്. പെട്ടെന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടാകുമെന്നോ? വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന ഒരു സംഘം ചെറിയ കൃഷി, പാസ്റ്ററലിസം ഒക്കെ ആയിട്ട് ഒരിടത്ത് വീടുകൾ, കുടിലുകളൊക്കെ വെച്ച് താമസിക്കുമ്പോൾ ആദിമ ഹാരപ്പൻ സംസ്കാരമായി. പിന്നീട് ഇതങ്ങ് വളരെ വലിയൊരു ടൗൺ, ഒരു അർബൻ സംസ്കാരമായിട്ടങ്ങ് മാറുന്നത്. അതാണ് മെച്വർ ഹാരപ്പൻ സംസ്കാരം, അല്ലേ? മെച്വർ പക്വത എന്നൊക്കെ നമ്മളുണ്ടല്ലോ. ഇവിടെ സംസ്കാരം പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ, പീക്ക് പൊസിഷനിലെത്തിയ ആ സമയം. അപ്പോൾ ഇന്ത്യക്കും അത്ര വലിയൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നോക്കിയേ, ഇതുപോലെ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ നേരെ നിന്നിരുന്നെങ്കിൽ എങ്ങനെയായതിനെയും പഠിക്കുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ ആദിമകാല ആ സിറ്റിയുടെ അളവ്, അവരുടെ ഡ്രെയിനേജ് സിസ്റ്റവും, ഗ്രേറ്റ് ബാത്തും, വെയർ ഹൗസും, സിറ്റാഡലിലുള്ള വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളുമൊക്കെ ആ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ പഠിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് നദീതട സംസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, റിവർ വാലി സിവിലൈസേഷൻസ്. അന്നേരം നിങ്ങൾ ചോദിച്ചു, വൈ സിവിലൈസേഷൻസ് സ്പ്രാങ് അപ്പ് ഓൺ റിവർ വാലീസ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈ റിവർ വാലീസ് ബിക്കെയിം ദ ക്രഡിൽസ് ഓഫ് സിവിലൈസേഷൻസ്, നദീതടങ്ങളെല്ലാം സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുകളായത് എങ്ങനെയാണ്? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഉടനെ പറയും സിന്ധു നദിയുടെ സംസ്കാരം അല്ലാതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഹോയാങ് ടെസ്ക്യാങ് കൾച്ചർ ചൈനയിൽ, മെസ്സപ്പൊട്ടോമിയൻ കൾച്ചർ പിന്നെ ഇറാഖിൽ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് കൾച്ചർ ഇറാഖിൽ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, നൈൽ വാലി സിവിലൈസേഷൻ, അതുപോലെ മിസിസിപ്പി സിവിലൈസേഷൻ, അമേരിക്കൻ സിവിലൈസേഷൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരുപാട് സംസ്കാരങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മെസ്സപ്പൊട്ടോമിയയും ഈ പറഞ്ഞ ഹാരപ്പൻ സിവിലൈസേഷനും ഒക്കെ ഏതാണ്ട് കോണ്ടംപററി, ഒരേ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണ്. അപ്പോൾ റിവർ വാലീസ് എന്തുകൊണ്ടാണ് ഇത്രയും സംസ്കാരങ്ങളുടെ ഭൂമികയായതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യമുണ്ടല്ലേ. ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, നല്ല ഇഷ്ടം പോലെ ജലം കിട്ടുന്ന സ്ഥലം, പിന്നെ അതുപോലെ വന്യമൃഗങ്ങളെ ഒക്കെ അവർക്ക് പിടിക്കാനെടുക്കാനും ഒക്കെയുള്ള സൗകര്യം, പിന്നീട് ഗതാഗതത്തിന് പറ്റിയ സൗകര്യം, പിന്നെ മണ്ണ് ആവശ്യം പോലെ എടുത്ത് ഇഷ്ടികകളാക്കി എടുത്ത് വീടൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ കൊണ്ട് നദീതീരങ്ങൾ ഇപ്പോഴാണെങ്കിലോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം തരാം, നെടിയവള ജംഗ്ഷനിൽ വേണോ അതോ അങ്ങ് ചീക്കക്കടവ് കല്ലടയാറിൻ്റെ തീരത്ത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നെടിയവള ജംഗ്ഷൻ മതിയെന്ന്. ഇപ്പോൾ നമ്മൾ ജംഗ്ഷനുകളിൽ ഇപ്പോൾ എന്താ ബസ് സൗകര്യങ്ങൾ, കട സൗകര്യങ്ങൾ, പിന്നെ വാണിജ്യ സൗകര്യങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. മറ്റേ അതല്ല, നല്ല ഫലഭൂയിഷ്ടിയുള്ള സ്ഥലങ്ങൾ വേണം. അടുത്തൊരു കാലഘട്ടം വരെ അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ബ്രാഹ്മണ മഠങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷവും ഏതെങ്കിലും വയലിൻ്റെ അല്ലെങ്കിൽ ഒരു നദീ തീരത്ത്, അപ്പോൾ അങ്ങനെയുള്ള ഫെർട്ടൈലായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ അതിനായിരുന്നു പ്രാധാന്യം. അടുത്തൊരു കാലഘട്ടത്താണ് പ്രാധാന്യം ഇങ്ങനെയുള്ള ജംഗ്ഷനുകൾക്കായിട്ട് മാറിയത്. അപ്പം നമ്മൾ അത്ര കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയർ പഠിക്കാനുണ്ടായതുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ പോവുകയാണ്. ഈ സംസ്കാരത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയ സ്ഥലങ്ങളെപ്പറ്റി വ്യക്തമായ ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോഴങ്ങ് പാകിസ്ഥാനിലായിപ്പോയി. സിന്ധു നദി, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടു, വിഭജനമൊക്കെ കൊള്ളാം, പാകിസ്ഥാൻ കൊടുത്തു, പക്ഷേ സിന്ധു നദി ഞങ്ങൾക്ക് വേണം. നടക്കുന്ന കാര്യമാണോ? സിന്ധു നദി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സിന്ധു നദി വിഭജനത്തിൽ കുറേ അങ്ങ് പോയി. സിന്ധുവിന് 5 പോഷക നദികളുണ്ടെന്നൊക്കെ നിങ്ങൾ നാളെ ഓടിച്ചിട്ടില്ല. 5 ട്രിബ്യൂട്ടറീസ്, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ നദികളൊക്കെ. അതിൽ രവി നദിയുടെ കരയ്ക്കൊക്കെ ആയിട്ടുള്ള ഈ സംസ്കാരത്തിൻ്റെ ആദിമ കൾച്ചർ നമുക്ക് പറഞ്ഞു നോക്കാം. മോർ ദാൻ
4,500 years ago, a great civilization flourished in the northwestern part of Indian subcontinent. ഒരു 4500 വർഷത്തിന് മുമ്പ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരു വലിയ സംസ്കാരം രൂപം കൊണ്ടു. ദിസ് സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ഫസ്റ്റ് ഇൻ 1921 അറ്റ് ദ സൈറ്റ് ഓഫ് ഹാരപ്പ. 1921 ഹാരപ്പയിലാണ് ഈ സംസ്കാരം ആദ്യമായി കണ്ടെടുക്കപ്പെടുന്നത്. ഇറ്റ് വാസ് കാൾഡ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ because most of its important sites were initially discovered in the plains of the river Indus and its tributaries. ഇതിനെ സിന്ധു നദീതട നാഗരികത എന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇതിലെ ഭൂരിപക്ഷം കണ്ടെടുക്കപ്പെട്ട സൈറ്റുകളും സിന്ധു നദിയുടെ അതിൻ്റെ പോഷക നദികളുടെ കരയ്ക്കായിരുന്നു. The archaeologists named it as the Harappan civilization. ആർക്കിയോളജിസ്റ്റുകൾ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിച്ചു. എപ്പോഴാണ്? ആഫ്റ്റർ ഹാരപ്പ ദ ഫസ്റ്റ് സൈറ്റ് വെയർ ദ എവിഡൻസ് ഓഫ് ദി സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ്. ഈ സംസ്കാരത്തിൻ്റെ തെളിവുകൾ, ശേഷിപ്പുകൾ ആദ്യം ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് ആർക്കിയോളജിസ്റ്റുകൾ, പുരാവസ്തു ഗവേഷകർ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിച്ചു. മോസ്റ്റ് ഓഫ് അവർ ഇൻഫർമേഷൻ അബൌട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ കംസ് ഫ്രം ആർക്കിയോളജിക്കൽ സോഴ്സസ്. നമുക്ക് ആർക്കിയോളജിക്കൽ സോഴ്സസിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവും കിട്ടിയത്. എന്താ കാര്യം എന്നറിയാമോ? ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ വാസ് നോട്ട് എറ്റ് ഡെസിഫൈഡ്. ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പയിലെ ജനങ്ങളുടെ ആ എഴുത്ത് രീതി. അപ്പോൾ നമുക്ക് മെസപ്പൊട്ടോമിയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഈജിപ്തിനെ പറ്റി പഠിക്കണം എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ലിപി ഹൈറോഗ്ലിഫിക്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മെസപ്പൊട്ടോമിയയിലെ ലിപി യൂണിഫോം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. പക്ഷേ ഈ ഇൻഡസ് ലിപി വായിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളൊക്കെ പഠിച്ചു വലിയ ആർക്കിയോളജിസ്റ്റുകളൊക്കെ ആയിട്ട് വേണം ഇതെല്ലാം വായിച്ചെടുക്കാൻ. അതുകൊണ്ട് ഇതുവരെ നമുക്ക് ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സോഴ്സസ്, പുരാവസ്തു ഗവേഷണപരമായ ഉറവിടങ്ങളെ ആശ്രയിച്ചാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. പുരാവസ്തു ഗവേഷണപരമായ ഉറവിടങ്ങളെ ആശ്രയിച്ചാണ്. ദ ബിഗിനിങ് പറഞ്ഞത് അതിൻ്റെ കാലം മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെ 2 കാലമായിട്ട്. ദ ഇയർലി ഹാരപ്പൻ പീരീഡ് 3500 BC to 2600 BC. ആദിമകാല ഹാരപ്പൻ കാലം എന്നറിയപ്പെടുന്ന 3500 BC തൊട്ട് 2600 BC വരെയാണെന്ന്. ഇനി അതിൻ്റെ രണ്ടാം ഘട്ടം ദ മെച്യൂർ ഹാരപ്പൻ സിവിലൈസേഷൻ 2600 BC to 1900 BC. അപ്പം മെച്യൂർ ഹാരപ്പൻ സംസ്കാരം അതിൻ്റെ ഉന്നതിയിലെത്തിയത് 2600 BC തൊട്ട് 1900 BC വരെയുള്ള ആ കാലഘട്ടത്തിലാണ്. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എമർജൻസ് ഓഫ് ലാർജ് സിറ്റീസ്. ഈ സമയത്ത് വൻ നഗരങ്ങൾ ഉയർന്നു വന്നു. പ്ലാൻഡ് ടൗൺഷിപ്പ്, നല്ല ആസൂത്രിതമായ നഗര കേന്ദ്രങ്ങൾ. യൂണിഫോം ടൈപ്സ് ഓഫ് ബ്രിക്സ്, ഒരേ ഷേപ്പ് വലിപ്പത്തിലുമുള്ള ചുടുകട്ടകൾ. വെയ്റ്റ്സ്, ഒരുപോലെയുള്ള തൂക്കങ്ങൾ. സീൽസ് അതാണ് നമ്മൾ പഠിക്കും. നിങ്ങൾ സീൽ അടിക്കുക, സീൽ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ? ഹാരപ്പൻ സീലുകൾ എന്താണ് നമ്മൾ പഠിക്കും. ബീഡ്സ്, കൺമണികൾ, പോട്ടറി, പിന്നെ മൺപാത്രങ്ങൾ. ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമുള്ള ട്രേഡല്ല, വെളിനാടുകളുമായിട്ട് പിന്നെ കണ്ടെത്തിയത് ഗൾഫിലെയൊക്കെ പല സ്ഥലങ്ങളുമായിട്ട്, ഒമാൻ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും ചെമ്പുമൊക്കെ ഇറക്കി ഇവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റിവിടുകയൊക്കെ ചെയ്യുന്നു. ഗുജറാത്തിലെ ലോത്താലിലൊരു തുറമുഖം തന്നെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സം ഓഫ് ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് ആർ ഹാരപ്പ. ഇതാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. മോഹൻജദാരോ, ചാൻഹുദാരോ, ലോത്താൽ, കാലിബംഗൻ, ബെനവാലി ആൻഡ് ധോലാവീര. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജും ഗ്രേറ്റ് ബാത്തും ഒക്കെ ഈ പാഠത്തിൽ ഏറ്റവും പഠിക്കേണ്ടതാണെങ്കിൽ നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷനിലേ പറയുന്നുള്ളൂ. അപ്പോൾ ആ സ്ഥലങ്ങൾ ഒന്നുകൂടി പറയുന്നു. ഹാരപ്പ, മോഹൻജദാരോ, ഇത് നിങ്ങൾ മറക്കത്തേയില്ല. ചാൻഹുദാരോ അധികമായിട്ട് കേട്ടിട്ടില്ല. ലോത്തൽ ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞു അവിടുത്തെ തുറമുഖമാണെന്ന്. കാലിബംഗൻ, ബെനവാലി ആൻഡ് ധോലാവീര, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ആദ്യം ചെറിയ ഒരെണ്ണമാണെന്ന് വിചാരിച്ചത്, പിന്നീടാണ് ഇത്ര വളരെ വാസ്റ്റ് ഏറിയായി നിൽക്കുന്ന വലിയൊരു സംസ്കാരമായി ഇതെന്ന് പിന്നീടാണ് അറിയുന്നത്. മോഹൻജദാരോ എ പ്ലാൻഡ് അർബൻ സെൻറ്റർ. അതൊരു എക്സാം പോയിന്റ്, എസ്എ പോയിൻ്റാണ്. അതിനകത്തെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ബാത്തും ഗ്രാനറിയും ഒക്കെ.
ഗ്രാനറിയും പിന്നെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ. മോഹൻജദാരോ ലിറ്ററലി മീൻസ് ദ മൗണ്ട് ഓഫ് ദ ഡെഡ്. മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ വാച്യാർത്ഥത്തിൽ പറയുന്നത് മൗണ്ട് ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ കുന്ന് എന്നാണ്. എന്തുവാ ഈ പാവത്തുങ്ങൾ അവിടെ കയറി നോക്കുമ്പോഴെല്ലാം കുഴിക്കുമ്പോഴും എല്ലാം തലയോട്ടിയും അസ്ഥിയും കഷ്ണമൊക്കെ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് അവർ പേടിപ്പിക്കുന്ന ഒരു സ്ഥലമായി മൗണ്ട് ഓഫ് ദ ഡെഡ് എന്ന് അവർ വിളിച്ചു. അപ്പോൾ ആ മൗണ്ട് ഓഫ് ദ ഡെഡ്, ദ സിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സെക്ഷൻസ്. മോഹൻജദാരോ സിറ്റിയെ 2 സെക്ഷനായിട്ട് തരംതിരിക്കാം. സിറ്റാഡൽ കോട്ട ആൻഡ് ദ ലോവർ ടൗൺ. സിറ്റാഡൽ എന്നും ലോവർ ടൗൺ എന്നും കീഴ്പട്ടണമെന്നും. അപ്പോൾ കോട്ടയെന്നും കീഴ്പട്ടണമെന്നും 2ആയിട്ട് തരംതിരിക്കാം. ദ സിറ്റാഡൽ ഈസ് സ്മാളർ ബട്ട് ഹയർ ആൻഡ് ദ ലോവർ ടൗൺ ഈസ് ലാർജർ ബട്ട് ലോവർ. സിറ്റാഡൽ ചെറുതാണെങ്കിലും ഉയർന്നതാണ്. ലോവർ ടൗൺ ആണെങ്കിൽ വലുതാണെങ്കിലും താഴ്ന്നതാണ്, താണ സ്ഥലത്താണ്. ദി സിറ്റാഡൽ കോട്ട. ദ സിറ്റാഡൽ ഈസ് എ സ്മാൾ ആർട്ടിഫിഷ്യൽ പ്ലാറ്റ്ഫോം. സിറ്റാഡൽ ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാറ്റ്ഫോമാണ്, കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഉയർന്ന തറയാണ്. ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ സിറ്റി. സിറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നു. ദ സിറ്റാഡൽ വാസ് ദ ഹയർ സെക്ഷൻ ഓഫ് ദ സിറ്റി. സിറ്റാഡലാണ് ആ സിറ്റിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം. ആൾ പബ്ലിക് ബിൽഡിങ്സ് വെയർ ഇറക്റ്റഡ് ഓൺ ദ സിറ്റാഡൽ ഏരിയ. എല്ലാ പബ്ലിക് ബിൽഡിങ്സും ഈ സിറ്റാഡൽ ഏരിയയിലാണ്. ദിസ് മെയിൻലി ഇൻക്ലൂഡ് വെയർ ഹൗസ് ആൻഡ് ഗ്രേറ്റ് ബാത്ത്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വലിയ ധാന്യപ്പുര, ആൻഡ് ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം, വലിയ കുളിപ്പുര. ഇതൊക്കെ ഈ സ്ഥലത്തായിരുന്നു, സിറ്റാഡലിലായിരുന്നു. സിറ്റാഡൽ ഉയർന്ന കോട്ടയിൽ. അപ്പോൾ ആൾറെഡി നിങ്ങൾ പടത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ വെയർ ഹൗസ്, ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജിനെ കുറിച്ചൊക്കെ ആൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തീർത്തും എക്സാം പോയിൻ്റാണ്. മോഹൻജദാരോ എ പ്ലാൻഡ് സിറ്റി. അപ്പോൾ അതൊരു 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് വരുമ്പോൾ അതിനോട് കൂടി നമുക്ക് വെയർ ഹൗസും ഗ്രേറ്റ് ബാത്തും ഡ്രെയിനേജും ഒക്കെ എഴുതാം. ഇല്ലെങ്കിൽ 4-5 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേറ്റ് ബാത്ത് മാത്രം ചോദിക്കുന്നു. റൈറ്റ് എ നോട്ട് ഓൺ ഗ്രേറ്റ് ബാത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാം. അല്ല ഡ്രെയിനേജ് സിസ്റ്റം, ഓട സമ്പ്രദായം. ലോകത്തിൽ ഒരിടത്തും അങ്ങനൊരു സമ്പ്രദായമില്ല. ഇതിനോടൊപ്പം നമ്മൾ കോണ്ടംപററി ആയിട്ട് മെസ്സപ്പെട്ടോമ ഈജിപ്ഷ്യനൊക്കെ പറഞ്ഞു. ഇത്രയും ക്ലീൻലിനെസ്, ഇത്രയും സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ലോകത്തിൽ വേറെ എങ്ങും കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ പോലും നമ്മുടെ ചില സിറ്റിയൊക്കെ, തിരുവനന്തപുരം, തമ്പാനൂരൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ചോദിച്ചാൽ മതി. അവർ പറയും അവിടെ ചെന്ന് നിൽക്കാനൊക്കത്തില്ല, ആ പന്നവെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോകുമെന്ന്. ആ കാലത്താണ് ഒരു മഴ പെയ്താൽ ആ നിമിഷ നേരം ക്ലീൻ ആവുന്ന ഹാരപ്പൻ സിറ്റി. അപ്പോൾ വെയർ ഹൗസും ഗ്രേറ്റ് ബാത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ ഗ്രാനറിയാണ്. ആ നാട്ടിലെ മുഴുവൻ പേരുടെയും കൂടെ ധാന്യങ്ങൾ കൊയ്തുകൊണ്ട് വരുമ്പം എല്ലാവർക്കും വീട്ടുകളിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാനൊക്കെ സ്ഥലമുണ്ടോ? മുഴുവനും കൂടെ സൂക്ഷിച്ച് വെക്കാനുള്ള വലിയൊരു ഏരിയ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ എങ്ങനെ മനസ്സിലായി ഇത് ഗ്രാനറിയാണെന്ന്? ആകെ കൂടെ താഴെ പാറ കൊണ്ട് കെട്ടിയ ഒരു ഘട്ടം മാത്രമല്ല കണ്ടുള്ളൂ. പക്ഷെ അതിൻ്റെ വളരെ വലിയ വലിപ്പം, മേലോട്ടുള്ള തടിയും കൊണ്ടുള്ള പാർട്ട് നശിച്ചു പോയി. ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാളെ വെയർ ഹൗസ് ആണെന്ന് ചിന്തിക്കുകയാണ്. ഗ്രേറ്റ് ബാത്ത് ആണെങ്കിൽ മോഹൻജദാരോയിൽ മാത്രം കാണുന്നതും ലോകത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്നതുമായ കാര്യമാണ്. നമുക്കിപ്പോൾ പറ്റുമോ സിറ്റി എറണാകുളത്ത്, തിരുവനന്തപുരത്ത് പോകുമ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, അതിൻ്റെ നടുക്കൊരു കുളിസ്ഥലമുണ്ട് എല്ലാവരും വൃത്തിയാവാൻ, അങ്ങനൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം അവിടെ മാത്രമേ ഉള്ളൂ. ശരി, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വളരെ ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ റിവിഷൻ ക്ലാസ് തിങ്കളും ചൊവ്വയായിട്ട് ഉണ്ടാവും. ശരി.